അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മക്കളെ, ഞാൻ എന്നത്തെയും പോലെ തന്നെ നമ്മളെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മളെ കുറച്ച് കേക്കിൻ്റെ വിശേഷങ്ങളും കാറ്ററിംഗ് വിശേഷങ്ങളും പച്ചക്കറി ഒക്കെപ്പാടെ അടങ്ങിയ ഒരു കുഞ്ഞ് വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കുക. അതേപോലെ നല്ലൊരു റെസിപ്പി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം കേട്ടോ. പെട്ടെന്ന് ചെയ്യാവുന്ന നല്ലൊരു റെസിപ്പി ഉണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ രാത്രിയിൽ നമ്മൾ കൊടുത്ത കേക്കേന് കേട്ടോ, അതാ 1/2 കിലോൻ്റെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കേന്. അപ്പോൾ അത് ഞാൻ വേറൊരു ആവശ്യത്തിന് ഉണ്ടാക്കിയ കേക്കിന്. അപ്പോൾ പെട്ടെന്ന് ഓർഡർ വന്നപ്പോൾ അവർ അതിൽ പേര് എഴുതിയാണ്ടത് ഡിസൈനൊന്നും ഇല്ലാതെ ഇങ്ങനെ കൊടുത്തതാണ് കേട്ടോ. 2 കേക്കിന് ഓർഡർ ഉണ്ടായിന് പെട്ടെന്ന്. അപ്പോൾ പിന്നെ ഇളനീർ കിട്ടിയപ്പോൾ കുട്ടികൾ പിന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ പുഡിങ്. അപ്പോൾ അത് കട്ട് ചെയ്തപ്പോൾ അതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ്. രാത്രിയിൽ ഞങ്ങൾ കേക്കൊക്കെ കൊടുത്തതിന് ശേഷം അത് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അത് കട്ട് ചെയ്തതേന് കേട്ടോ. അപ്പോൾ ഇളനീർ പുഡിങ് ഉണ്ടാക്കിയതേനി. അപ്പോൾ അതാ മാഷാല്ലാ അടിപൊളിയായി കിട്ടീന് കേട്ടോ. നല്ല ഹൽവ പോലെ ആയിട്ട് കിട്ടീന് നമ്മളെ ഇളനീർ പുഡിങ്. കുഴപ്പമൊന്നുമില്ലേനി, നല്ല ടേസ്റ്റ് ഉണ്ടേനി എന്താട്ടോ. അപ്പോൾ മോളാണ് കേട്ടോ ഇന്ന് പുഡിങ് ഉണ്ടാക്കിയത്. ഓളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് കണ്ട്. അപ്പോൾ അവളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുഡിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കുക്കിങ് ചെയ്യണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ രണ്ടാമത്തെ മോൾക്ക്. അപ്പോൾ ഇതാ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ രാത്രിയിൽ എനിക്ക് ഓർഡർ ഉണ്ടേന് കേക്കിൻ്റെ സ്പോഞ്ചിലാണ് ഞാൻ പെട്ടെന്ന് ക്രീം തേച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഓർഡർ വന്നപ്പോൾ കൊടുത്തത്. അപ്പോൾ കേക്ക് ഇല്ലെങ്കിൽ നമുക്ക് കേക്കൊന്നും ഉണ്ടാവില്ല, ഉണ്ടാകുമ്പോൾ ഒക്കെ ഒരുമിച്ചായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ രാത്രി ഒരു 9:30 മണിക്കാണ് പിന്നെ അടുത്ത സ്പോഞ്ച് ഉണ്ടാക്കുന്നത്. രാവിലെ കൊടുക്കേണ്ട കേക്കിൻ്റെ സ്പോഞ്ച് പിന്നെ 9:30ക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ് കേക്ക് വേണ്ടിയത്. അപ്പോൾ അതിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോസാണത്. അപ്പോൾ ഞാൻ നേരത്തെ പെട്ടെന്ന് ക്രീം തേച്ച് കൊടുത്തതിൻ്റെ ക്രീം പിന്നെ അതിൻ്റെ ഇതൊന്നും അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടില്ല കേട്ടോ. നമ്മളെ തിണ്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ഒരുമിച്ചാണ്ട് ക്ലീൻ ചെയ്യാൻ കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ക്രീമും കാര്യങ്ങളൊക്കെ നമ്മളെ തിണ്ടിലുണ്ട് കേട്ടോ. പിന്നെ അതിൽ മറ്റേ കേക്കിൽ ക്രീം തേച്ചിൻ്റെതാണ് അതൊക്കെ. അപ്പോൾ ഞാൻ പെട്ടെന്ന് മുട്ടയ്ക്ക് ബീറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അവിടെ പാത്രങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ, അതേപോലെ ഓവൺ സെറ്റപ്പൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ. എന്നിട്ട് ഞാൻ കേക്കൊക്കെ ഓവണിക്ക് വെച്ചതിന് ശേഷം ഇതാ സിറപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ചെറീസ് ഇട്ടിട്ട് പിന്നെ പഞ്ചസാര തിളപ്പിച്ച് ചെറിയ സിറപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് കേക്കൊക്കെ വെന്ത് വന്നിരിക്കണേ. പിന്നെ ഞാൻ ചൂടൊക്കെ പോയിട്ട് നേരത്തെ എണീറ്റിട്ട് ഞാൻ പണിയെടുക്കാൻ വിചാരിച്ചങ്ങാണ്ട് പിന്നെ ഒരു 10 മണി 10:15 ആയപ്പോൾ ഞാൻ കിടന്നു കേട്ടോ. പിന്നെ നേരത്തെ 3 മണിക്ക് എണീറ്റിട്ടാണ് പിന്നെ ഞാനതിൽ ക്രീം തേക്കാനൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്രീം തേക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ സാധാരണ കൊടുക്കണ കടിക്കൊക്കെ ഒരുങ്ങാമെന്ന് വിചാരിച്ചങ്ങാണ്ട് ഞാൻ ആദ്യം ക്രീം തേച്ച് വെച്ചാലുള്ളല്ലോ കേക്കൊന്ന് സെറ്റ് ചെയ്യങ്ങാണ്ട് തണുത്തിട്ട് വരിക. അപ്പോൾ അത് ഉച്ചക്ക് പിന്നെ അവർക്ക് മുറിക്കാനില്ല കേക്കാണ് കേട്ടോ. അപ്പോൾ 1/2 കിലോൻ്റെ 2 കേക്ക് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇല്ല കേക്കാണ് ഉണ്ടാക്കുന്നത്. ഹൈറ്റുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേൽഭാഗം നമ്മൾ ആ പൊന്തി വന്നതൊക്കെ ഒന്ന് ചെത്തി കൊടുത്താണ്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള കേക്കൊക്കെ ഒന്ന് ലെയർ ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് മൈദ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കിയതുകൊണ്ടാണ് ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ കാണുന്നത്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഞാനതിൽ ക്രീമൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് സിറപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ക്രീമൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചേക്കണേ. അപ്പോൾ ഞാൻ ക്രീം അടിക്കണതും ഒന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല. മൊത്തത്തിൽ ഇങ്ങനെ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ചോക്ലേറ്റ് ചിരകിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ ലെയറിൻ്റെ ഇടയിലും നമ്മൾ ചോക്ലേറ്റ് ഇങ്ങനെ ചിരവി കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ലെയർ വെച്ചിട്ടും ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്യണത്. നമ്മൾ പിന്നെ ഒന്നിങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ചെയ്ത പോലെ തന്നെ പിന്നെ നമ്മൾ ക്രീം ഒഴിച്ച് പിന്നെ എന്താ പറയുക ചോക്ലേറ്റ് ചിരവി അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പിന്നെ ഫുള്ളായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ ഇങ്ങനെ ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ കടിയൊക്കെ ഉണ്ടായിട്ട് രാവിലെ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഒന്നിങ്ങോട്ട് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ പണിയെടുക്കണം കേട്ടോ. തണുത്തങ്ങാണ്ട് കേക്കൊന്ന് റെഡിയായി വരണമല്ലോ. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേന്
അതൊന്ന് റെഡി ആവട്ടെ വിചാരിച്ചിട്ടാണ് നേരത്തെ എണീറ്റിട്ട് അത് റെഡിയാക്കിയത്. അതൊക്കെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചതിന് ശേഷം ഞാൻ പിന്നെ നമുക്ക് പൊരിച്ച പത്തിരി ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതിന് അവിടെയൊക്കെ തിണ്ടൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് തൊലിച്ച് അത് ചതച്ചുകൊണ്ട് നമ്മൾ വെള്ളത്തൊക്കെ ഇട്ട് കൊടുത്തിക്കണേ. വെള്ളം തിളച്ച് വന്നിക്കണേ. അപ്പോൾ ഇനി നമുക്ക് പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വേറെ കടികളൊന്നും ഉണ്ടാവില്ല കടിയിൽ. അപ്പോൾ പെട്ടെന്ന് കടി വേണമെന്നൊക്കെ പറഞ്ഞിന് കേട്ടോ നമ്മളോട്. അപ്പോൾ ആ മൊത്തത്തിൽ ഞാൻ പൊടിയൊക്കെ വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയും ചെറിയ ജീരകമൊക്കെ ചതച്ച് റെഡിയാക്കി എടുക്കാനും കൂടി ഉണ്ട്. അപ്പോൾ തിണ്ടൊക്കെ ക്ലീനാക്കിയതിന് ശേഷം ഞാൻ വീണ്ടും തിണ്ട് ക്ലീനാക്കിയതിന് ശേഷം പൊടിയൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് തിണ്ടിൽ ഇങ്ങനെ പരത്തിയിട്ട് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാനുണ്ട്. പിന്നെ തീ മൂട്ടണം, അടുപ്പിൽ തീ മൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ. വിറകൊക്കെ ഞാൻ രാത്രി തന്നെ കൊണ്ടുവന്ന് വെച്ചിനി. അപ്പോൾ പിന്നെ തീയൊക്കെ മൂട്ടി റെഡിയാക്കി വെച്ചേക്കണേ. അപ്പോൾ നമ്മൾ ചട്ടി ഒന്ന് കേകി കൊടുക്കുകയാണ് കേട്ടോ. ചട്ടി കേകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമുക്ക് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചട്ടിനെയൊക്കെ നന്നായിട്ട് കേകി. അപ്പോൾ അതിന് തീയൊക്കെ നന്നായിട്ട് കത്തിപ്പിടിച്ചിരിക്കണ്. അത് ഞാൻ അടുപ്പത്ത് അങ്ങനെ ചട്ടി കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി പെട്ടെന്ന് ഉണ്ടാവും ചൂടാവാൻ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ചട്ടീൻ്റെ അപ്പുറത്ത് എല്ലാവരും എന്നോടൊരു കലത്തിൽ വെള്ളം വെച്ചുകൂടെ എന്ന് പറയും. അപ്പോൾ വലിയ ചട്ടിയായ കാരണം അവിടെ ഒരു കലം വെച്ചാൽ റെഡിക്ക് നിൽക്കില്ല കേട്ടോ. ആ കലം ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് നിൽക്കുക മൊത്തത്തിൽ. പിന്നെ ചട്ടീൻ്റെ ഇങ്ങോട്ടൊക്കെ ചട്ടി വലിപ്പം ഉണ്ടായതുകൊണ്ട് കല അവിടെ നിൽക്കണില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ അടപ്പ് വെച്ച് കണ്ട് തന്നെ അടച്ച് വെക്കണത് കേട്ടോ. ചെറിയ നമ്മളെ വീട്ടിലേക്കുള്ള ചോറ് വെക്കാൻ പിന്നെ കുടുക്ക തീമക്കൂലേ, അപ്പോഴൊക്കെ ഇപ്പുറത്ത് കലം വെക്കുക. അതേമാതിരി ചട്ടി വെക്കുമ്പോഴും ചട്ടി വെക്കുമ്പോഴൊക്കെ വെക്കുക. പക്ഷേ ഈ വലിയ പാത്രങ്ങളൊന്നും വെക്കുമ്പോൾ ഇപ്പുറത്ത് കലത്തിന് പിന്നെ കൊള്ളണില്ല കേട്ടോ. പിന്നെ ശരിക്കും അവിടെ നിൽക്കണില്ല. അതുകൊണ്ടാണ് ഈ അടപ്പ് വെക്കുന്നത്. എല്ലാവരും എന്നോട് ഇങ്ങനെ സംശയം ചോദിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു കലം വെച്ചുകൊണ്ട് അതിൽ വെള്ളം വെച്ചുകൂടെ. അപ്പോൾ നമ്മൾ തീ മുട്ടുമ്പോൾ തന്നെ ഈ ചട്ടിയാണല്ലോ അടുപ്പത്ത് വെക്കുക. അപ്പോൾ പിന്നെ അതുകൊണ്ട് വെച്ചുകൊണ്ട് അടച്ച് വെച്ചുകൊണ്ട് ചേലായപ്പോൾ പിന്നെ വേറൊരു ചട്ടിയൊന്നും അവിടെ വെക്കാൻ നിൽക്കില്ല. പിന്നെ നമുക്ക് ചുടുവെള്ളത്തിൻ്റെ ആവശ്യം അങ്ങനെ പെട്ടെന്ന് ആവശ്യങ്ങളൊന്നും ഇല്ലേനും. അവിടെ വെച്ചിനൊരു പിന്നെ ചട്ടി ഉണ്ടേനി, ഒരു മൺകലം ഉണ്ടേനി. ആ മൺകലത്തിന് നടുങ്ങനെ വിണ്ട് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതവിടെ ഉണ്ട്, ഒഴിവാക്കിയിട്ടൊന്നുമില്ല, അവിടെ ഉണ്ട്. പക്ഷേ ഇന്നാളെ വെച്ചപ്പോൾ ഒന്നായിട്ട് വെള്ളം പോയിട്ടോ. അപ്പോൾ ഇങ്ങനെ അടപ്പേറ്റ് അടച്ചേക്കാനും സുഖം, അതാണ് അത് വെക്കണത്. ഏതായാലും അങ്ങനെ നാശമായി പോയില്ലേ വിചാരിച്ചിട്ടാണ്. അതിന് ശേഷം ആ കലത്തപ്പം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉള്ളിയും തേങ്ങയൊക്കെ മൂത്ത് വന്നപ്പോൾ കലത്തപ്പത്തിൻ്റെ മാവ് ഞാൻ പിന്നെ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. കുറേ നേരം നിങ്ങളെ കാണിച്ച് നിങ്ങാണ്ട് ബോറടിപ്പിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ചട്ടി എണ്ണയൊക്കെ ചൂടായതിന് ശേഷം കുറേ എണ്ണ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് എണ്ണ തന്നെ ഉള്ളൂ. നോമ്പൊക്കെ ആയില്ലേ നമ്മൾക്ക്. അപ്പം ഇനി പിന്നെ അല്ലെങ്കിലും ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ പൊരിച്ചെടുക്കൽ. കുറേ എണ്ണ പാർന്നുകൊണ്ട് വേസ്റ്റാക്കി കളയലൊന്നുമില്ല. നമ്മൾ ഡെയിലി പുതിയ എണ്ണ ഒഴിച്ചിട്ടാണ് എന്നും നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. കുറച്ച് എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതേക്ക് ചേർക്കുള്ളൂ. അല്ലെങ്കിൽ എന്നും നമ്മൾ പുതിയ എണ്ണ ഒഴിച്ചെടുക്കും. നിങ്ങൾ വീഡിയോ ഒന്നും കാണുന്നവർക്ക് മനസ്സിലാകും. നമ്മൾ ചട്ടിയൊക്കെ കഴുകി അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യൽ. അപ്പോൾ അതും പത്തിരി ആയതിന് ശേഷം ഞാൻ പൂവട ഉണ്ടാക്കുകയാണ് കേട്ടോ. മൊത്തം ഫുള്ള് പത്തിരി പൊരിച്ചെടുക്കണതും ഫുള്ളായിട്ടൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്ന് നിങ്ങൾ കാണുന്ന വീഡിയോ തന്നെയല്ലേ വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കണുള്ളൂ. അതിനുശേഷം നമ്മൾ പൂവട ഉണ്ടാക്കുന്നുണ്ട്. കലത്തപ്പം പത്തിരിയും പൂവടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. വേറെ കടികളൊന്നുമില്ല, സ്കൂളില്ലാത്തതുകൊണ്ട് ഈ 3 പിന്നെ വിധമുള്ള ഉണ്ടാക്കണം. ഇപ്പോൾ പിന്നെ സുഗീൻ ഉണ്ടാക്കലില്ല കേട്ടോ. ചെറുപയറിനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. മാവേലിയിൽ പോലും വില കൂടിയ കാരണം സുഗീനൊക്കെ നമ്മൾ ലിസ്റ്റിൽ നിന്ന് വെട്ടിയേക്കണം കേട്ടോ. അപ്പോൾ ഇതാ പൂവട മൊത്തത്തിൽ ഞാൻ പിന്നെ ഉണ്ടാക്കി എത്തിക്കണം. ഇനി ഇതൊന്ന് അച്ചാക്കി എടുക്കാനും കൂടി ഉണ്ട്. അപ്പോൾ ഓരോന്നോരോന്നാക്കിയാണ് ഞാൻ അച്ചാക്കി എടുക്കണം. അപ്പോൾ ഇതിന് ഞാൻ പൂവടൻ്റെ ചെമ്പ് അവിടെ അടുപ്പത്ത് പിന്നെ അടുപ്പ് കഴിഞ്ഞോടത്ത് ചട്ടി വാങ്ങി വെച്ച് കൊടുത്ത് ചെമ്പ് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇത് 2 ട്രിപ്പിലാണ്ട് വേവിച്ചെടുക്കാനുള്ളൂ. കുറേ ഒന്നും ചുട്ടെടുക്കാനൊന്നും ഇല്ല, കുറച്ച് തന്നെ ഉള്ളൂ. ഇപ്പം നമ്മളെ കാറ്ററിംഗ് പരിപാടിയൊക്കെ നോമ്പായതുകൊണ്ട് അവസാനിക്കാനായിരിക്കണം കേട്ടോ മക്കളെ. ചിലപ്പോൾ നാളെയും കൂടി ഉള്ളിട്ട് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻഷാ അല്ലാഹ് നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനത്തെ കടികളൊക്കെ നമ്മൾ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനതൊക്കെ കൊടുത്ത് പിന്നെ വിട്ടതിന് ശേഷം നമ്മൾ അപ്പം ചൂടുന്നുണ്ട് കേട്ടോ. നമുക്ക് രാവിലെ കടി ഉണ്ടാക്കുന്നത് അപ്പമാണ്.
അപ്പോൾ അപ്പം ചുടുന്നുണ്ട്. ഇതിലേക്ക് നമ്മളൊരു അടിപൊളി കറി ഉണ്ടാക്കുന്നുണ്ട്. ഒരു തമിഴ്നാട് സ്റ്റൈലിലുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ അപ്പം തന്നെയാണ് ചുടുന്നത്. നമ്മൾ മെട്രോൻ്റെ പൊടി കലക്കി വയ്ക്കണം. പിന്നെ അപ്പം തന്നെയാണ് കേട്ടോ ചുടുന്നത്. പിന്നെ അരി അരക്കലില്ല കേട്ടോ, ഞാൻ അരി വെള്ളത്തിലിട്ട് അരക്കലില്ല. ഈ പൊടി കൊണ്ട് തന്നെ ഉഷാറായിട്ട് അപ്പം കിട്ടും. അപ്പോൾ പിന്നെ അരി വെള്ളത്തിലിട്ട് അരക്കാനും നിൽക്കലില്ല. ഈ പൊടി പിന്നെ എന്നും നമ്മളടുത്ത് കല ഉണ്ടാകുമല്ലോ, പിന്നെ ഇല്ലാതെക്കൂലല്ലോ, ഒരു സമയത്തും ഇതില്ലാതെക്കൂല. എപ്പോഴും ഇത് പൊട്ടിച്ചാത്തൊരു പാക്കറ്റോ അല്ലെങ്കിൽ പൊട്ടിച്ചത് എന്തായാലും ഇതെപ്പോഴും സ്റ്റോക്ക് ആക്കാനും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ കഷ്ണാക്കി നുറുക്കിങ്ങാണ്ട് ഒന്ന് ഓയിലിലിട്ടുങ്ങാണ്ട് ഒന്ന് ഇങ്ങോട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതാ ഗ്രീൻ പീസ് 2 വിസിലടുപ്പിച്ചങ്ങാണ്ട് ഒരു ഹാഫ് വേഗിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ. ഒരു തമിഴ്നാട് സ്റ്റൈല് കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയെന്ന് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. കുറേ സമയമൊന്നും ഞാൻ അതും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആ കിഴങ്ങ് പിന്നെ വേവിച്ചെടുത്തിക്കണം കേട്ടോ. അതെടുത്ത് ചട്ടിക്ക് തന്നെ ഞാൻ പിന്നെ ആ ഓയിലിൽ തന്നെ കുറച്ച് ചെറിയ ജീരകം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പിന്നെ 1/4 സ്പൂൺ കേട്ടോ, ചെറിയ സ്പൂണിന് ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ട് അതൊന്ന് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ സവാളയൊക്കെ അവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കണമല്ലോ, ആ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. 2 സവാളയാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളകും 2 പച്ചമുളകും 2 സവാളയും അരിഞ്ഞെടുത്തിരിക്കണേ. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു വേറെ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ നിങ്ങൾ പിന്നെ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടേ. അപ്പോൾ ഞാൻ അവിടെ ഉള്ളി വാട്ടണീൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ അപ്പം ചൂടാനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിക്ക് പിന്നെ ഞാനൊരു വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുത്തിക്കണം കേട്ടോ, ചതച്ചിങ്ങാണ്ട് 2 വെളുത്തുള്ളീൻ്റെ അല്ലി ചതച്ചിട്ട് കൊടുത്തിക്കണേ. പിന്നെ ചെറിയൊരു തക്കാളിയും ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ തക്കാളി ചെറുതായതുകൊണ്ടാണ് കേട്ടോ ചെറുതിട്ട് കൊടുത്ത്. കുറച്ച് വലിപ്പമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഇട്ട് കൊടുത്താൽ മതി. മിക്സിയിലിട്ട് കണ്ട് അരച്ചിങ്ങാണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതാക്കി നുറുക്കിങ്ങാണ്ടോ എങ്ങനെയും ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ പച്ചമുളകും വെളുത്തുള്ളി അല്ലിയും പിന്നെ തക്കാളിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിക്കണത്. എന്നിട്ട് നന്നായിട്ട് നമ്മളെ ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം. അപ്പോൾ ഉള്ളി വാട്ടാൻ വെച്ചതിൻ്റെ ഇടയിലാട്ടോ പിന്നെ ഞാൻ അപ്പം അങ്ങനെ ഇടയിൽ ചുട്ടീനത്. പിന്നെ അതാ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മോളെ റെസിപ്പിയാണ് കേട്ടോ, ഞാനല്ല, മോളെ റെസിപ്പിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇവിടെ വീഡിയോ എടുത്തതാണ്, മോളാണിത് ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തത്. കുരുമുളകും പച്ചമുളകൊക്കെ ഉണ്ടായതുകൊണ്ട് എരിവ് ഏറും കരുതിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു 1/4 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിക്കണേ. പിന്നെ കുറച്ച് 1/4 സ്പൂണ് ചിക്കൻ മസാല ഇട്ടിക്കണം കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാലയും വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇതിലേക്ക് ഇട്ടിക്കണേ. പിന്നെ ചെറിയ ജീരകത്തിലാണിത് നമ്മൾ മൂപ്പിച്ചെടുത്തിക്കണത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഉള്ളി നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മളിതിലേക്ക് പിന്നെ കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട് കേട്ടോ. ആ കുരുമുളക് പൊടി ഇല്ലേനി, അപ്പോൾ അതിന് കുരുമുളക് ഇങ്ങനെ ചതച്ചിട്ട് കൊടുത്തിക്കാണ്. ഗരം മസാല നമ്മൾ ബിരിയാണിക്ക് പൊടിച്ച് വെക്കൂലേ, ആ ഗരം മസാലയാണ് കേട്ടോ. നന്നായിട്ട് വെന്തതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ മസാല ഒന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൽ കിഴങ്ങും പിന്നെ കടലയും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് പാകമാണോ, ഉപ്പൊക്കെ ഒന്ന് പാകമാണോ നോക്കിയതിന് ശേഷം നമ്മൾ കിഴങ്ങും ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കറി ഉണ്ടാക്കി ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അവളെ ഫ്രണ്ട്സ് ഇങ്ങനത്തെ കറി കൊണ്ടുവരലുണ്ട് പറഞ്ഞങ്ങാണ്ട് അത് വെച്ചിങ്ങാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കിഴങ്ങും അവളെ ഫ്രണ്ട്സിൻ്റെ തമിഴ്നാട്ടിലാണ് കേട്ടോ, ഇപ്പാൻ്റെ വീട്, അങ്ങനെയാണ് കേട്ടോ ഇത് അറിഞ്ഞിരിക്കുന്നത്. പിന്നെ ഗ്രീൻ പീസ് വേവിച്ചങ്ങാണ്ട് അങ്ങനെ ഗ്രീൻ പീസ് വെക്കിട്ട് നന്നായിട്ടൊന്നും വേവിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ സാധാ ഗ്രീൻ പീസ് വെക്കണ പോലെയല്ല, ഇന്നൊരു മാറ്റം വന്നങ്ങാണ്ട് ഒരു കറി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ചപ്പാത്തിക്കും അതേപോലെ അപ്പത്തേക്കും എല്ലാത്തേക്കും പറ്റുന്നൊരു കറി തന്നെയാണ്. അപ്പോൾ പിന്നെ ഗ്രീൻ പീസ് കറിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളെന്നും ഉണ്ടാക്കണേന്നൊരു വ്യത്യസ്തമായിട്ടൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റായിട്ട്. എന്നിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് കൂട്ടട്ടോ, അപ്പത്തേക്കൊക്കെ കൂട്ടാം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചായ കുടിയൊക്കെ കഴിഞ്ഞ് കടിയൊക്കെ കൊടുത്ത് കഴിഞ്ഞേക്ക് ഞാൻ പെരൻ്റെ മേലേക്ക് വെയിലാകുമ്പോഴത്തേന് കയറിയതാണ് കേട്ടോ. നമ്മളെ പയറിലൊക്കെ നിറച്ച് ചായ വന്നിരിക്കണേ. അപ്പോൾ ഞാൻ ഇന്നാളെ ഉണ്ടാക്കിയല്ലോ സാബൂനും പിന്നെ പുകയിലല്ലേ പോല എന്നൊക്കെ പറയും, അത് വെച്ചിട്ട് കഷായം ഉണ്ടാക്കിയല്ലോ. അപ്പോൾ അത് പിന്നെ ഇതിലൊഴിച്ചിട്ട് നമ്മളെ പയറിനൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാണ്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ പയറൊക്കെ പൂവിട്ടിക്കണം കേട്ടോ. പക്ഷേ ഈ
ഇത് അടിച്ചിട്ടും വല്ലാതെ പോകണമൊന്നുമില്ല കേട്ടോ. വേറെ എന്തെങ്കിലും മരുന്നുണ്ടാവില്ലേ ഈ ചായ പോകാൻ അറിയണമല്ലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്കറിയില്ല, എൻ്റെ അയൽവാസി പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത് കേട്ടോ. ഇതൊക്കെ കുഴിച്ചിട്ടുങ്ങാണ്ടൊക്കെ റെഡിയായി ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ പിന്നെ നമുക്ക് ഇതിനോട് മടുപ്പ് വരികയാണ് കേട്ടോ. അതുമൊക്കെ നിറച്ചുണ്ട് കേട്ടോ. ഈ പയറുമ്മയൊക്കെ നമ്മളെ കൈ പൊള്ളിയതാണ് കേട്ടോ മക്കളെ, കാണുന്ന കരിയൊന്നല്ല കേട്ടോ കയ്യമ്മേ. അപ്പോൾ ഇതാ പിന്നെ ഈ പൂവുമ്മ കൂടെ ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ ചായ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. എന്നും കരുതും ഇതൊന്നും പിന്നെ മേലെ പോയി അടിച്ചു കൊടുക്കണം. പിന്നെ വൈകുന്നേരത്തൊക്കെ സമയം ഉണ്ടെങ്കിലൊക്കെ ഞാനിങ്ങനെ ചെയ്യലുണ്ട്. പക്ഷേ എന്താ കാട്ടണത്, പിന്നെ ഇവർ വരികയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ പിന്നെ പയറില്ലോടത്ത് കൂടെ ഒക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിങ്ങനെ പൂവ് കായ് ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു ടെൻഷനാണ്. അപ്പോൾ പിന്നെ ഇല്ല പയറുമ്മ കൂടെ ഒക്കെ ഒന്ന് നമ്മളെ മരുന്നൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ മുളകും തയ്യുമ്മ കൂടെ ഒക്കെ ഏതായാലും അടിച്ചൽ എഴുതിയാണ്ടൊന്ന് അടിച്ച് കൊടുത്തിക്കണ്. പയറൊക്കെ പൂവിട്ടുങ്ങാണ്ട് ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് വരികയാണ്, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മളെ പഴയ സോഫയൊക്കെ ഒഴിവാക്കിയത് ഇവിടെ മേലെ കൊണ്ടുവന്നിട്ടത് കേട്ടോ നമ്മളെ പെരൻ്റെ മേലെ. ഇപ്പോൾ വഴുതനങ്ങൻ്റെ ഒക്കെ അവസ്ഥ പുഴുവ് തിന്നിട്ട് ഇലയൊക്കെ പിന്നെ വെണ്ണൂറൊക്കെ ഇട്ടീന് കേട്ടോ. അപ്പം പോകും പിന്നെ ഇതേപോലെ വരികയാണ്. നമ്മൾ നനയ്ക്കുമ്പോൾ ഈ വെണ്ണൂറൊക്കെ പോകുമല്ലോ, അപ്പോൾ വരുമായിരിക്കും. അപ്പോൾ ഇതാട്ടോ പയറൊക്കെ അത്യാവശ്യം നിങ്ങളുള്ളത് വലിയതായി കഴിഞ്ഞിട്ടില്ല, അങ്ങനത്തെ പയറൊക്കെ തന്നെയാണ്. പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ കാട്ടണ, ഉണ്ടാകുമ്പോഴത്തേന് ഓരോരോ കീടങ്ങൾ വരികയല്ലേ. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മരുന്നൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടോ. സമയമില്ലാത്തതുകൊണ്ട് നമ്മളതിനൊക്കെ മെനക്കെടുമ്പോൾ ഉണ്ടായിട്ടില്ലെങ്കിൽ നമുക്കൊരു പിന്നെ ഇതിനോടുള്ള താല്പര്യം പോവുകയാണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് കുഴിച്ചിട്ട പയറുകളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അതൊക്കെ ഇപ്പോഴൊക്കെ മാഷാ അല്ലാഹ് നല്ലതായിട്ട് ഉണ്ടായിരിക്കണം. ഇത് വത്തക്ക തൈയാണ് കേട്ടോ. ഉണ്ടാകുമോ ഒന്ന് പരീക്ഷിക്കുകയാണ്. നമുക്കൊരു ദിവസം എന്താ മഞ്ഞ വത്തക്ക വാങ്ങിന് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാകുമോ നോക്കാൻ വേണ്ടി കണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കുഴിച്ചിട്ട് അതൊക്കെ മഞ്ഞ വത്തക്കൻ്റെ തൈയാണ് കേട്ടോ. ഉണ്ടാകുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്കൊക്കെ. ഇതൊക്കെ വെണ്ടക്ക തൈകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കൃഷികൾ കേട്ടോ. അതൊക്കെ മുളകും വഴുതനങ്ങയും തക്കാളിയൊക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണല്ലേ. കയറുമ്പോഴൊക്കെ കാണിച്ചു തരലുണ്ട്, വീഡിയോ എടുക്കാൻ വരുമ്പോഴൊക്കെ. പച്ചമുളകൊക്കെ നമ്മൾ കുറേ പറിച്ച് കണ്ട മാഷാ അല്ലാഹ്. പച്ചമുളകൊന്നും പിന്നെ പീടിയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയിട്ടേ ഇല്ല. പിന്നെ തക്കാളിയൊക്കെ ഇപ്പോൾ തീർന്നു കേട്ടോ. തക്കാളിയൊക്കെ തീരൽ തുടങ്ങിയിരിക്കുന്നത്, കേട് വന്നിക്കണം കേട്ടോ. തക്കാളി തൈയിനൊക്കെ ഒരു പുഴുക്കുത്ത് അങ്ങനെ വന്നുങ്ങാണ്ട് പുഴയ്ക്കണം. അതിനൊക്കെ ഞാനിത് ഒഴിച്ചു കൊടുത്തിന് കേട്ടോ. അപ്പോൾ ഏതായാലും കയറിയതല്ലേ, ഇനി കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിലല്ലേ എത്തിങ്ങാണ്ട് ഒന്ന് നനച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ പച്ചക്കറികളൊക്കെ. ഇത് നമ്മളെ റംബൂട്ടാനാണ് കേട്ടോ. പൂവിടൽ തുടങ്ങിയിരിക്കണേ മാഷാ അല്ലാഹ്. അതൊക്കെ പൂവിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പൂവിട്ട് കായാകുമ്പോഴത്തേനൊക്കെ കുരങ്ങന്മാർ വരും കേട്ടോ. പറിക്കാൻ അവർ വരലാണ് സാധാരണ, നമുക്ക് പറിക്കാൻ കിട്ടലില്ല. അപ്പോൾ ഇതിന് വരെ എവിടുന്നാ വരുന്നത് എന്നറിയില്ല. ഈ സമയത്തൊന്നും വരില്ല. പിന്നെ അത് നമ്മളെ അടക്കപ്പായമാരൊക്കെ നമ്മളെ പെരൻ്റെ മേലേക്കാണ് കേട്ടോ ഇതായിട്ടുള്ളത്, തൂങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പെരൻ്റെ മേലത്തെ കാഴ്ചകൾ കേട്ടോ മക്കളെ. ഇവിടെയൊക്കെ വീണ്ടും വൃത്തിയാക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ സെറ്റാകാൻ വേണ്ടി വെച്ചിനെ കേക്ക് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വീണ്ടും കേക്കിലേക്ക് തന്നെ വന്നിരിക്കണം. കൈയും മുഖമൊക്കെ കഴുകിയിട്ട് പിന്നെ കേക്കിൻ്റെ പണി മുഴുവിച്ചാന്ന് വിചാരിച്ചാണ്ട് പിന്നെ അതിന് ഇങ്ങോട്ട് തന്നെ ഓടി വന്നിരിക്കണം കേട്ടോ. അപ്പം ക്രീമൊക്കെ ഒന്ന് തേച്ച് നമ്മളെ കേക്കൊക്കെ ഒന്ന് ലെവലാക്കി സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം. അപ്പോൾ മൊത്തം ഇതാണ് കേട്ടോ കുട്ടീൻ്റെ ഡ്രസ്സിൻ്റെ കളറ്. അപ്പോൾ ഇതേ കളറിലാണ് നമ്മൾ കേക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഡ്രസ്സിൻ്റെ കളറ് ഒരു ഫോട്ടോ എടുത്ത് വിട്ടെന്നീന് ഇതാണ് കേക്കിൻ്റെ ഡ്രസ്സിൻ്റെ കളറ് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ഇതേ മോഡലിൽ നമുക്കൊരു കേക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മിക്കി മൗസിൻ്റെ ഫോട്ടോസ് വെക്കാൻ പറഞ്ഞിന് കേട്ടോ. അപ്പോൾ മിക്കി മൗസിൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ പ്രിൻ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് സ്റ്റുഡിയോയിൽ പോയിട്ട് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഒരു മോഡലിലാണ് നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എല്ലാവരും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മടിക്കരുതേ. അപ്പം നമുക്ക് നോമ്പിനില്ലേ വിശേഷങ്ങളൊക്കെ കേട്ടോ ഇനി നമ്മളെ വീഡിയോയിൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നോമ്പിൻ്റെ സമയമൊന്നും ആരും പാഴാക്കി കളയണ്ട മക്കളെ. എല്ലാവരും നേരത്തെ പണിയൊക്കെ ഒരുക്കിങ്ങാണ്ട് നമ്മളെ പിന്നെ ഖുർആൻ ഓതാനും ദിക്ർ ചെല്ലാനൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക എല്ലാവരും. നോമ്പിനാരും പിന്നെ സമയം വെറുതെ കളയരുതേ. അപ്പോൾ അതാ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഫസ്റ്റ് 1 എന്നുള്ളത് വെച്ച് കൊടുത്തിരിക്കണം കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ അത് മേലെ കുത്തി കൊടുത്തിരിക്കണേ. ഈ സൈഡിലൊരു മിക്കി മൗസിനെയും കൂടിയും കുത്തി കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ.
ഈ സൈഡിലൊന്ന് കൂടി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് തന്നെയാണ് കേട്ടോ നമ്മളെ കേക്കിൻ്റെ മോഡൽ. പിന്നെ ബർത്ത്ഡേൻ്റെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ കേക്കിൻ്റെ മോഡൽ കേട്ടോ. ബർത്ത്ഡേൻ്റെ സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഇവിടെ ഒരു പേരും കൂടി എഴുതി കൊടുക്കുകയാണ് കേട്ടോ. അത് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല പേര് എഴുതിയത്. അപ്പോൾ അതിന് നമ്മൾ വീഡിയോ എടുക്കൽ നിർത്തിയേക്കണം. ഏതായാലും നമ്മളെ ബോർഡും വേണം കേട്ടോ പേര് എഴുതി കൊടുത്തിരിക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.